പാകിസ്ഥാന്റെ പ്രധാന സഖ്യകക്ഷിയായ ചൈന കഴിഞ്ഞ 3 വർഷമായി ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷി സജീവമായി ശക്തിപ്പെടുത്തുന്നതായി റിപ്പോർട്ട്. അതിൽ സ്റ്റീൽ ഹെഡ് ബങ്കറുകളുടെ നിർമ്മാണവും ആളില്ല വ്യോമ യുദ്ധവിമാനങ്ങളുടെ വിതരണവും ഉൾപ്പെടുന്നുണ്ടെന്ന് മുതിർന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ ബുധനാഴ്ച പറഞ്ഞു. ഉയർന്ന എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ടവറുകൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രണ രേഖയിൽ ഭൂഗർഭ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതിനും ചൈനീസ് സഹായം വ്യാപിക്കുന്നുണ്ട്. കൂടാതെ HGR സീരീസ് പോലുള്ള ചൈനീസ് വംശജരുടെ നൂതന റഡാർ സംവിധാനങ്ങൾ താഴ്ന്ന ഉയരത്തിലുള്ള ടാർഗറ്റ് കണ്ടെത്തുന്നതിനായി വിന്യസിച്ചിട്ടുണ്ടെന്നും പാക് സൈന്യത്തിനും വ്യോമ പ്രതിരോധ യൂണിറ്റുകൾക്കും നിർണായക രഹസ്യാന്വേഷണ പിന്തുണ ചൈന നൽകുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടാതെ ഒരു ചൈനീസ് സ്ഥാപനം നിർമ്മിച്ച 155 mm ട്രാക്ക് മൗണ്ടൻ ഹോവിസ്റ്റർ ഗണ്ണായ SH-15 സാന്നിധ്യം നിയന്ത്രണ രേഖയിലെ വിവിധ സ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള ചൈനയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലെ ചൈനീസ് നിക്ഷേപങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ഇത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. 2014 കണ്ടെത്തിയതുപോലെ ഫോർവേഡ് പോസ്റ്റുകളിൽ മുതിർന്ന PLA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. ചൈനീസ് സൈനികരും എഞ്ചിനീയർമാരും നിയന്ത്രണ രേഖയിൽ ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിക്കുന്നതുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ലീപ്പ താഴ്വരയിൽ ചൈനീസ് വിദഗ്ധർ തുരങ്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. കാരക്കോറം ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതിന് എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഒരു റോഡിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചൈനയുടെ അനധികൃത അധിനിവേശ പ്രദേശമായ കാരക്കോറം ഹൈവേയിലൂടെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിനും ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയ്ക്കുമിടയിൽ നേരിട്ടുള്ള പാത സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബെയ്ജിങ്ങിന്റെ $46 ബില്യൺ CPEC പദ്ധതിയുമായി ഈ തന്ത്രപരമായ നീക്കം ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.